ടെസ്റ്റ് ലോകകപ്പിലെ സെമിയിൽ കയറുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ടീം ഇന്ത്യ. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയുമായിട്ടുള്ള 2 ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് സെമി പ്രതീക്ഷ സാധ്യമാവുള്ളൂ കേട്ടോ. 19-നും 23-നുമാണ് കേട്ടോ 2 ടെസ്റ്റ് മത്സരങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് നാളെ നടക്കുന്ന ശ്രീലങ്കയുമായിട്ടുള്ള പരിശീലന മത്സരം ഇന്ത്യ ഒട്ടും കുറച്ച് കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മെയിൻ ടീം തന്നെയാണ് കേട്ടോ പരിശീലന മത്സരത്തിൽ ഇറങ്ങാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, പരിശീലന സെക്ഷനിലേക്ക് ഒരുപാട് സ്പിൻ ബൗളേഴ്സിനെ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യിക്കുന്നത് കൂടിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവന്നത്. ഇന്ത്യക്കായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് KL രാഹുലും ജയ്സ്വാളും കൂടിയിട്ട് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ബെസ്റ്റ് ഓപ്പണേഴ്സാണ് കേട്ടോ ഇവർ രണ്ടുപേരും. മൂന്നാമതായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് സായ് സുദർശനാണ് കേട്ടോ. അദ്ദേഹം ഈ ഒരു ടെസ്റ്റ് ഫോർമാറ്റിൽ നല്ലൊരു ബാറ്റ്സ്മാൻ കൂടിയാണ്. അതേപോലെ തന്നെ 4ാമത് പൊസിഷനിൽ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ഗില്ലും 5ാമത് പൊസിഷനിലായിട്ട് പഠിക്കലാണ് കേട്ടോ ഇറങ്ങുന്നത്. ഇതോടുകൂടിയിട്ട് ഇന്ത്യൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് കുറച്ച് സ്ട്രോങ് ആക്കാനായിട്ട് ഇന്ത്യക്ക് പറ്റും. കീപ്പറായിട്ട് ടീമിലേക്ക് വരുന്നത് ഋഷഭ് പന്താണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അദ്ദേഹം ടീമിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ സ്പിന്നറായിട്ട് ജഡേജയും ബുംറയുടെ പകരക്കാരനായിട്ട് ടീമിലേക്ക് വരുന്നത് അക്യൂബ് നബിയുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്യൂബ് നബി തന്നെയായിരിക്കും കേട്ടോ ബുംറയ്ക്ക് പകരക്കാരനായിട്ട് പ്ലേയിങ് 11-ലും ഇറങ്ങാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ്, പ്രസിദ്ധ് കൃഷ്ണയായിരിക്കും കേട്ടോ ഇന്ത്യൻ ടീമിൻ്റെ ബൗളിംഗ് നിരയെ സ്ട്രോങ് ആക്കാനായിട്ട് പോകുന്നത്. എന്തായാലും തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കയുമായിട്ടുള്ള ഈ ഒരു 2 മത്സരങ്ങൾ അത് നിർണായകമാണ്. അതിൽ മത്സരിച്ചാൽ മാത്രമാണ് കേട്ടോ 5ാം സ്ഥാനക്കാരായിട്ടുള്ള ഇന്ത്യൻ ടീമിന് 4ാം സ്ഥാനത്തിൽ കയറിയിട്ട് സെമി പ്രതീക്ഷ നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ വലിയ ടീമുകളുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ഈ 2 മത്സരങ്ങൾ വിജയിച്ച് ഇപ്പോൾ തന്നെ സെമി പ്രതീക്ഷ കൺഫേം ആക്കാനായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ ലക്ഷ്യം.